ഹലോ എവ്രി വൺ. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ്ങിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഡക്റ്റീവ് റീസണിങ്ങും അതിൻ്റെ ടൈപ്സും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എന്താണോ ഡിഡക്റ്റീവ് റീസണിങ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഡിഡക്റ്റീവ് റീസണിങ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ലൈക്ക് ഒരു ജനറൽ കോൺസെപ്റ്റിൽ നിന്നും നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്ക് ഇൻഫറൻസിലേക്ക് എത്തുന്ന ഒരു ടൈപ്പ് ഓഫ് റീസണിങ് ആണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. എന്നാൽ ഇൻഡക്റ്റീവ് റീസണിങ് സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷൻസിൽ നിന്നും അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റൻസസിൽ നിന്നും സ്പെസിഫിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിൽ നിന്നും നമ്മളൊരു ജനറൽ കൺക്ലൂഷൻസിലേക്ക് ഇൻഫറൻസിലേക്ക് എത്തുന്നതിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് ഇൻസ്റ്റൻസുകളിൽ പല കാര്യങ്ങളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. സോ ഇൻഡക്റ്റീവ് റീസണിങ് ഇൻവോൾവ്സ് ഡ്രോയിങ് ജനറൽ കൺക്ലൂഷൻസ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്പെസിഫിക്കിൽ നിന്നും ജനറൽ കൺക്ലൂഷനിലേക്ക്, സ്പെസിഫിക് ആയിട്ടുള്ള ഇൻസ്റ്റൻസസിൽ നിന്നും ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തുന്ന റീസണിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുക. സോ റീസണിങ് ഇൻവോൾവ്സ് ഡ്രോയിങ് ജനറൽ കൺക്ലൂഷൻസ് ഫ്രം സ്പെസിഫിക് ഒബ്സർവേഷൻസ് ഓർ ഇൻസ്റ്റൻസസ്. സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്നോ അല്ലെങ്കിൽ ഇൻസ്റ്റൻസസിൽ നിന്നോ ഒരു ജനറൽ ഇൻഫറൻസിലേക്ക് കൺക്ലൂഷനിലേക്ക് എത്തുന്ന റീസണിങ് പ്രോസസ്സിനെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയാം. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ സെർട്ടൈൻ ആയിട്ടുള്ള കൺക്ലൂഷൻസ് ആണ്, ഇൻഫോർമേഷൻസ് ആണ്, അല്ലെങ്കിൽ സെർട്ടൈൻ ആയിട്ടുള്ള കൺക്ലൂഷൻസ് ആണ്, ഇൻഫറൻസസ് ആണ് പൊതുവെ പ്രൊവൈഡ് ചെയ്യുക. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ നമ്മൾ എത്തിച്ചേരുന്ന കൺക്ലൂഷൻസ് അല്ലെങ്കിൽ ഇൻഫറൻസസ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിസ്റ്റിക് ആയിരിക്കും. അതായത് ഒരു ലൈക്ലി ആയിട്ടുള്ള മേ ബി ചാൻസ്, നമുക്കൊരു 100% സെർട്ടനിറ്റി പറയാൻ പറ്റില്ല. ഒരു ലൈക്ലി അല്ലെങ്കിൽ പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റീസണിങ് ആണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. Okay, so unlike deduction where conclusion necessarily follow from premises, inductive conclusions are probabilistic. നമുക്ക് 100% certainty പറയാൻ പറ്റില്ല. ഒരു probabilistic ആയിട്ടുള്ള ഒരു റീസണിങ് ആണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോൺസെപ്ച്വൽ പ്രോസസ്സിങ്ങിന്, ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, സയൻറ്റിഫിക് ഡിസ്കവറി, എവ്രിഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ജഡ്ജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇൻഡക്റ്റീവ് റീസണിങ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് റീസണിങ് ആണ്. അല്ലെങ്കിൽ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. നമ്മൾ എവ്രിഡേ ജഡ്ജ്മെൻറ്റ്, എസെൻഷ്യൽ ഫോർ ലേണിംഗ്, അതുപോലെ തന്നെ സയൻറ്റിഫിക് ഡിസ്കവറി, ഈ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡക്റ്റീവ് റീസണിങ് ആണ് കൂടുതലായിട്ടും. സോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസ്ഡ് ഓൺ ഒബ്സർവേഷൻ, നമുക്ക് തന്നിട്ടുള്ള ഇൻസ്റ്റൻസസിൽ നിന്നും ഒബ്സർവേഷനിൽ നിന്നും നമ്മൾ ഒരു പ്രൊബബിൾ ആയിട്ടുള്ള ലൈക്ലി കൺക്ലൂഷൻസിലേക്ക് എത്തുന്ന റീസണിങ്ങിനെയാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. സോ സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷനിൽ നിന്നും ഒരു പ്രൊബബിൾ ആയിട്ടുള്ള ജനറൽ കൺക്ലൂഷനിലേക്ക് എത്തുന്ന പ്രോസസ്സാണ് ഇൻഡക്റ്റീവ് റീസണിങ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഡിഡക്റ്റീവ് റീസണിങ്ങിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ പ്രൊബബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ലൈക്ലി കൺക്ലൂഷൻസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് റാദർ ദാൻ സെർട്ടൻ കൺക്ലൂഷൻ. അപ്പോൾ അവിടെ ഒരു സെർട്ടനിറ്റി ഇല്ല, നമ്മൾ 100% കറക്റ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മളൊരു കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ കോഗ്നിറ്റീവ് സൈക്കോളജി ക്ലാസ്സിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിനെ ഒബ്സർവ് ചെയ്തപ്പോൾ എല്ലാ കുട്ടികളും എക്സലൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുകയാണ്. നമ്മളൊരു ഒബ്സർവേഷനാണല്ലേ. ഇഫ് ഓൾ ഒബ്സർവ്ഡ് സ്റ്റുഡൻസ് ഇൻ എ കോഗ്നിറ്റീവ് സൈക്കോളജി ക്ലാസ്സസ് ആർ എക്സലൻറ്റ്. ഒരു കോഗ്നിറ്റീവ് സൈക്കോളജി നിങ്ങളുടെ ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെ നിങ്ങൾ മെൻഷൻ ചെയ്യുക, ഒന്ന് ഇമാജിൻ ചെയ്യുക. നിങ്ങൾ ക്ലാസ്സിലിരിക്കുന്ന കോഗ്നിറ്റീവ് സൈക്കോളജി പഠിക്കുന്ന എല്ലാ കുട്ടികളും ഭയങ്കര എക്സലൻ്റ് ആയിട്ടുള്ള കുട്ടികളാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നും, ആ ഒബ്സർവേഷനിൽ നിന്നും നമ്മൾ എത്തിച്ചേരുന്ന ഇൻഫറൻസ് എന്ന് പറയുന്നത് പ്രോബബ്ലി ഓൾ കോഗ്നിറ്റീവ് സൈക്കോളജി സ്റ്റുഡൻസ് ആർ എക്സലൻറ്റ്. ശരിയല്ലേ?
അതായത് നമുക്ക് എല്ലാ കോഗ്നേറ്റീവ് സൈക്കോളജി സ്റ്റുഡൻസും, അതായത് ഒരു ക്ലാസ്സിൽ നമ്മൾ ഒബ്സർവ് ചെയ്തപ്പോൾ ആ ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കോഗ്നേറ്റീവ് സൈക്കോളജി സ്റ്റുഡൻസും എക്സലൻ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ഇൻഫറൻസിലേക്ക് എത്താണ്, കൺക്ലൂഷനിലേക്ക് എത്താണ്. എല്ലാ കോഗ്നേറ്റീവ് സൈക്കോളജി സ്റ്റുഡൻസും, അപ്പോൾ ആ ക്ലാസ്സിലിരിക്കുന്നതല്ല എല്ലാ കോഗ്നേറ്റീവ് സൈക്കോളജി സ്റ്റുഡൻസും എക്സലൻ്റ് ആണെന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻഫറൻസിലേക്ക് എത്താണ്. പക്ഷെ നമുക്ക് സെർട്ടൈനിറ്റി പറയാൻ പറ്റുമോ? ബട്ട് നോട്ട് ഗ്യാരണ്ടീഡ്. അതാണ് ഡിഫറൻസസ് കേട്ടോ. അതായത് ഇവിടെ നമുക്ക് ഒരു സെർട്ടൈൻ ആയിട്ടുള്ള, നമ്മൾ പറഞ്ഞ ആ ഇൻഫറൻസ് എന്ന് പറയുന്നത് സെർട്ടൈൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്ക് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. സോ അതുകൊണ്ടാണ് പ്രൊബബിൾ ആയിട്ടുള്ള ഒരു കൺക്ലൂഷനിലേക്കാണ് ഇൻഡക്റ്റീവ് റീസണിങ് എത്തുക എന്ന് പറഞ്ഞത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള ലേക്ലി ആയിട്ടുള്ള കൺക്ലൂഷൻസ് ആണ് നൽകുക. എന്നാൽ ഡിഡക്റ്റീവ് റീസണിങ്ങിൽ സെർട്ടൈൻ ആയിട്ടുള്ള നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. ഇപ്പോൾ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് മനസ്സിലാക്കുക. കോഗ്നിറ്റീവ് സൈക്കോളജി ക്ലാസ്സിലെ സ്റ്റുഡൻസ് നമ്മൾ പറഞ്ഞു എക്സലൻ്റ് ആണ്. അപ്പോൾ എല്ലാ കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ ക്ലാസ്സിലെ സ്റ്റുഡൻസും എക്സലൻ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. പ്രോബബ്ലി ആവാണ്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. സോ ഇവിടെ ഈ പറഞ്ഞത് തന്നെയാണ് നമ്മളുടെ ഈ ഇൻഡക്റ്റീവ് റീസണിങ്ങിലെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. സോ വി ക്യാൻ നെവർ ബി ലോജിക്കലി ഷുവർ ദാറ്റ് ദ ഫ്യൂച്ചർ വിൽ ബി റിസംബിൾ ദ പാസ്റ്റ്. നമ്മൾ കണ്ട ഒബ്സർവേഷൻ വെച്ചിട്ട് ഫ്യൂച്ചറിലും അതന്നെ ആയിക്കൊണ്ട് നമുക്ക് ലോജിക്കലി ഒരു അഷ്വറൻസും നൽകാൻ പറ്റില്ല. ഇപ്പോൾ എന്താണോ നമ്മൾ പാസ്റ്റിൽ കണ്ടിട്ടുള്ളത് അതിൽ അതുപോലെ ഫ്യൂച്ചറിൽ നടക്കും, അതിനോട് സിമിലറായിട്ട് ഫ്യൂച്ചറിൽ നടക്കും എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഷുവറായിട്ട് പറയാൻ പറ്റില്ല. അതൊരു പ്രോബബിൾ കേസാണ്. ഫോർ എക്സാമ്പിൾ, ഓൾ ഒബ്സർവ്ഡ് എക്സ് ആർ വൈ. നമ്മൾ ഒബ്സർവ് ചെയ്ത എല്ലാ എക്സും വൈ ആണ് എങ്കിൽ വി കാൺ കൺക്ലൂഡ് ഓൾ എക്സ് ആർ വൈ എന്നുള്ളത്. നമ്മൾ ഒബ്സർവ് ചെയ്ത എക്സിൽ എല്ലാവരും വൈ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല എല്ലാ എക്സും വൈ ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി അടുത്തൊരു ഒബ്സർവേഷൻ മേ ബി എന്താവാനുള്ള ചാൻസ് ഉണ്ട്, ഡിഫറെൻ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അടുത്ത പീപ്പിൾ അതിനൊരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ ഇതുമായിട്ട് കണക്ട് ചെയ്യാം അല്ലേ. ലൈക്ക് എല്ലാ കോഗ്നിറ്റീവ് സൈക്കോളജി സ്റ്റുഡൻസും എക്സലൻ്റ് ആണെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്ത കോഗ്നിറ്റീവ് സൈക്കോളജി സ്റ്റുഡൻസ് എക്സലൻ്റ് ആണെന്നുണ്ടെങ്കിൽ എല്ലാ കോഗ്നിറ്റീവ് സൈക്കോളജി ക്ലാസ്സിലെ സ്റ്റുഡൻസും എക്സലൻ്റ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല. സോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻഡക്റ്റീവ് റീസണിങ് മെയിൻലി ഡീൽസ് വിത്ത് പ്രോബബിലിറ്റീസ് റാദർ ദാൻ സെർട്ടനിറ്റീസ്. അവിടെ പ്രോബബിലിറ്റീസിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സെർട്ടനിറ്റീസ് നമുക്കൊരു 100% ഇതാവും എന്നുള്ളത് നമുക്കൊരു അഷുറൻസ് പറയാൻ പറ്റില്ല. ഓക്കെ, സോ അതാണ് പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ 2 പോയിൻ്റ് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അതായത് വാട്ട് ആർ ദ ഫങ്ഷൻ ഓർ പർപ്പസ് ഓഫ് ഇൻഡക്റ്റീവ് റീസണിങ് എന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. നമ്മുടെ ഡെയിലി ലൈഫിൽ ജഡ്ജ്മെൻറ്റിനും ഡിസിഷൻ മേക്കിങ്ങിനും ലേണിങ്ങിനും ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് റീസണിങ് ആണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻലി 2 പർപ്പസ് ആണുള്ളത്. ഒന്ന്, ടു മേക്ക് സെൻസ് ഓഫ് വേരിയബിലിറ്റീസ് ഇൻ ദ എൻവയോൺമെൻറ്റിലുള്ള പല വേരിയബിലിറ്റീസും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പക്ഷികൾ ഉണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് പക്ഷികളെയും അല്ലെങ്കിൽ ബേർഡ്സിനെയും അനിമൽസിനെയും അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഈ പറഞ്ഞ നമ്മൾ എക്സ്പീരിയൻസും അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ ഇൻസ്റ്റൻസസിൽ നിന്നും നമ്മൾ മേക്ക് ചെയ്യുന്ന കൺക്ലൂഷൻസിലൂടെയാണ് അല്ലെങ്കിൽ ഇൻഫറൻസിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നത്. സോ എൻവയോൺമെൻറ്റിലുള്ള വേരിയബിലിറ്റീസിനെ കുറിച്ചുള്ള ഒരു സെൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഈവൻറ്റ്സ് ആൻഡ് റെഡ്യൂസ് അൺസർട്ടനിറ്റി. പാസ്റ്റ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂച്ചർ ഈവൻറ്റ്സ് പ്രെഡിക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെന്ത് റെഡ്യൂസ് ചെയ്യും, അൺസർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യും. അതായത് അൺസർട്ടനിറ്റി റെഡ്യൂസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാത്ത കാര്യങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ആ അൺസർട്ടനിറ്റിയിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പ്രോബബിലിസ്റ്റിക് ആയിട്ടുള്ള ഇൻഫറൻസിലേക്ക് എത്താൻ പറ്റും. സോ അടുത്തൊരു പോയിൻ്റ് എന്ന് പറയുന്നത്, അപ്പോൾ ജനറലി നമ്മൾ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യാനും എൻവയോൺമെൻറ്റ് വേരിയബിലിറ്റി മനസ്സിലാക്കാനും ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും സെർട്ടനിറ്റി കുറക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പോലെയാണ്.
ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പോലെ എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങളും പഠിക്കുന്നു, ഒരു ഹൈപ്പോത്തിസിസ് ആയിട്ട് പഠിക്കുന്നു, അത് വെച്ചിട്ട് നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു, എക്സെപ്ഷൻസ് വരുമ്പോൾ നമ്മൾ റിജക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആഡ് ചെയ്യുന്നു, മോഡിഫൈ ചെയ്യുന്നു. സോ പീപ്പിൾ ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് ഹൈപ്പോത്തിസിസ്. അപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നതിലൂടെ ഒരു ഹൈപ്പോത്തിസിസ് പോലെ നമ്മൾ ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യുന്നു, ജനറലൈസ് ചെയ്യുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഇനി സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷനിൽ നിന്നും ജനറൽ ആയിട്ടുള്ള കൺക്ലൂഷനിലേക്കാണ് എത്തുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇൻ കേസ് നമ്മൾ പറയുന്ന നമ്മളിങ്ങനെ ജനറലൈസ് ചെയ്ത് പറയുന്ന സമയത്ത് എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അതിനെന്ത് ചെയ്യും, റിഫൈൻ ചെയ്യും അല്ലേ, അല്ലെങ്കിൽ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്യും. ആ ഒരു ഇൻസ്റ്റൻസിന് നമ്മൾ മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറയുകയാണ് മെനി ബേർഡ്സ് ഫ്ലൈ. കുറേ ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ട് പല ബേർഡ്സിനും പറക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ജനറൽ റൂളായിട്ട് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷനിൽ നിന്ന് നമ്മൾ എത്തുകയാണ് ബേർഡ്സ് ക്യാൻ ഫ്ലൈ എന്നുള്ളത്. അതായത് ഇപ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളെ ചുറ്റുള്ള ക്രോ എന്ന് പറയുന്ന ഒരു ബേർഡ് പറക്കുന്നുണ്ട്, അതുപോലെ തന്നെ പാരറ്റ് പറക്കുന്നുണ്ട്, പീക്കോക്ക് പറക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ ഒരു സ്പാരോ പറക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഒബ്സർവ് ചെയ്തപ്പോൾ ഇങ്ങനെയുള്ള ബേർഡ്സൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ജനറലി ഒരു കൺക്ലൂഷനിലേക്ക് എത്താണ് ബേർഡ്സ് ക്യാൻ ഫ്ലൈ എന്നുള്ളത്. അപ്പോൾ എല്ലാ ബേർഡ്സിനും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പറക്കാൻ പറ്റും എന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, കൺക്ലൂഡ് ചെയ്യണം. അതാണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത് അല്ലേ. ഒരു സ്പെസിഫിക്കിൽ നിന്നും നമ്മൾ ജനറൽ കൺക്ലൂഷനിലേക്ക് എത്താണ്. അപ്പോൾ ഇതിൽ നമ്മൾ എന്തിനാണ് സ്റ്റേറ്റ് ചെയ്യുന്നത്, ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റിങ് പോലെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു, നമ്മൾ ജനറലൈസ് ചെയ്തു. നമ്മളിപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ചിലൊക്കെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അല്ലേ, നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള ഇപ്പോൾ സാമ്പിൾ പഠിച്ചിട്ട് നമ്മൾ പോപ്പുലേഷനിൽ ജനറലൈസ് ചെയ്യാണ് ചെയ്യുക. അതുപോലെ അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ നോക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഒരു ജനറൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കി ബേർഡ്സ് ക്യാൻ ഫ്ലൈ എന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു ഒബ്സർവേഷനിൽ പെൻഗ്വിൻ ഒബ്സർവ് ചെയ്തപ്പോൾ അതിലൊരു എക്സെപ്ഷൻ വന്നു, എന്ത് ചെയ്യുന്നില്ല, പെൻഗ്വിന് പറക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളതിൽ എക്സെപ്ഷൻ ഉണ്ടാക്കി എല്ലാ ബേർഡ്സിനും പറക്കാൻ കഴിയുന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, സം ബേർഡ്സ് കനോട്ട് ഫ്ലൈ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും അല്ലേ. എല്ലാ ബേർഡ്സിനും പറക്കാൻ കഴിയും, പക്ഷെ നമ്മൾ എക്സെപ്ഷൻ പറയുകയാണ് സം ബേർഡ്സ് കനോട്ട് ഫ്ലൈ. എന്നാൽ ചില ബേർഡ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, പറക്കാനും പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഒരു ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് ആണ് ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയുന്നത്. അടുത്തതാണ് 3 ടൈപ്പ് ഓഫ് റീസണിങ് നമ്മൾ ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ പറയുന്നുണ്ട്. നമുക്ക് പേര് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം സോൾവിങ്ങിലൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഉള്ള അനലോജിക്കൽ റീസണിങ് ഒക്കെ ആയിട്ട് നമുക്ക് കണക്ട് ചെയ്തിട്ട് ഇവിടെ പറയാൻ പറ്റും. സോ അതിൽ ഫസ്റ്റ് ടൈപ്പാണ് കോഷ്യൽ ഇൻഫറൻസസ് എന്ന് പറയുന്നത്. കോഷ്യൽ ഇൻഫറൻസ് നിങ്ങൾക്കറിയാം, കോഷ്യൽ എന്ന് പറയുമ്പോൾ ഒരു കോസ് ആൻഡ് എഫക്റ്റ് അല്ലേ. അപ്പോൾ ഒരു കോസ് വെച്ചിട്ട് നമ്മൾ ഒരു എഫക്റ്റിനെ അല്ലെങ്കിൽ ഒരു 2 ഇവൻറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ 2 ഇവൻറ്റ്സ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് റീസണിങ് ആണ് കോഷ്യൽ റീസണിങ് അല്ലെങ്കിൽ കോഷ്യൽ ഇൻഫറൻസസ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെയൊക്കെ ഈ ആട്രിബ്യൂഷണൽ തിയറീസ് ഒക്കെ പറയുന്ന പോലെ ഈ ഒരു കോസ് കൊണ്ടാണ് ഈ ഒരു ഇവൻ്റ് ഉണ്ടായത്, അല്ലെങ്കിൽ 2 ഇവൻറ്റ്സ് ഉണ്ടാവുമ്പോൾ അതിൽ ഒരു ഇവൻ്റ് നടന്നതുകൊണ്ടാണ് ആ ഒരു പർട്ടിക്കുലർ മറ്റൊരു ഇവൻ്റ് ഉണ്ടായത്, അല്ലെങ്കിൽ ഈ 2 ഇവൻറ്റും തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ഒരു അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് ട്രിപ്പിന് പോയി എന്ന് വിചാരിക്കുക. അങ്ങനെ ട്രിപ്പിന് പോയ സമയത്ത് ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് അവർ ഫുഡ് കഴിക്കുകയാണ്. അങ്ങനെ എല്ലാവരും അവിടെ നിന്നാണ് ഫുഡ് കഴിച്ചത്. ഉച്ചക്കത്തെ ലഞ്ച് കഴിച്ചതിന് ശേഷം എല്ലാവർക്കും ലൂസ് മോഷനും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, അപ്പോൾ അവിടെ 2 ഇവൻ്റ് ഉണ്ടായി. ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിച്ചു, എല്ലാവർക്കും എന്തുണ്ടായി, ഒരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ 2 ഇവൻറ്റ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് പറയുകയാണ്, ആ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് കഴിച്ചതുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ഇവൻറ്റ് ഉണ്ടായത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായത് അല്ലേ. അപ്പോൾ നമ്മൾ 2 ഇവൻറ്റ് തമ്മിലുള്ള കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പല്ലേ നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു കോസ് ഉണ്ടായി, അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മളെന്താ ചെയ്യാണ്, അതിൻ്റെ ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് അതിൽ വെച്ചിട്ട് നമ്മൾ ഇൻഫറൻസിലേക്ക് എത്താണ്. നമ്മൾ ഇൻഫറൻസ് എന്താ അവിടെ എത്തിയത്, എല്ലാവരും ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ചുകൊണ്ടാണ് അവർക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായത്. നമ്മളൊരു ഇൻഫറൻസിലേക്ക് എത്തി അല്ലേ. സോ
ഇതിനെയാണ് നമ്മൾ കോഷ്യൽ ഇൻഫറൻസ് എന്ന് പറയുക. അപ്പോൾ നമ്മളവിടെ ഒരു കൺക്ലൂഷനിലേക്ക് എത്താണ്, ഒരു കോസും എഫക്റ്റും തമ്മിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്താണ്. അത്തരത്തിലുള്ള റീസണിങ്ങിനെയാണ് നമ്മൾ കോഷ്യൽ ഇൻഫറൻസ് എന്ന് പറയുക. കോഷ്യൽ റീസണിങ് ഫോക്കസ് ഓൺ ഐഡൻറ്റിഫൈങ് കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇവൻറ്റ്സ്. ഓക്കെ, സോ കോഷ്യൽ ഇൻഫറൻസ് മീൻസ് ജഡ്ജിങ് വെദർ വൺ ഈവൻ കോസസ് അതർ. എന്താണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോഷ്യൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ ജഡ്ജിങ് വെദർ വൺ ഈവൻ കോസസ് അനദർ. രണ്ട് ഇവൻ്റ് ഉണ്ടെങ്കിൽ ഒരു ഇവൻ്റാണ് മറ്റേ ഇവൻറ്റിലേക്ക് ലീഡ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഇവൻ്റ് കാരണമാണ് മറ്റൊരു ഇവൻ്റ് ഉണ്ടായത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് കോഷ്യൽ ഇൻഫറൻസ് എന്ന് പറയുക. സോ ഈ കോഷ്യൽ ഇൻഫറൻസിനെ എഫക്റ്റ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ഒരു എലമെൻ്റാണ് പ്രയർ ബിലീഫ് അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ പ്രയർ ബിലീഫിനനുസരിച്ച് നമ്മളെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഇൻഫറൻസ് മേക്ക് ചെയ്യുക അല്ലേ. ഇപ്പോൾ നമ്മൾ ആ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് നമുക്ക് മുന്നേ ചിലപ്പോൾ ഒരു വിശ്വാസം ഉണ്ടാവും, ലൈക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് അങ്ങനെ തന്നെയാണ്, അല്ലെങ്കിൽ വലിയ നല്ലൊരു റിവ്യൂ ഒന്നുമല്ല ഉള്ളത്. അപ്പോൾ ആ ഒരു നോളജ് വെച്ചിട്ടും അല്ലെങ്കിൽ ആ ഒരു പ്രയർ ബിലീഫ് അല്ലെങ്കിൽ ആ ഒരു എക്സ്പെക്റ്റേഷനൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്താനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ജോൺ സ്റ്റുവർട്ട് മില്ല് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ജോൺ സ്റ്റുവർട്ട് മിൽ നമ്മൾ ഏർലി ഫിലോസഫർ ആയിട്ടുള്ള ജോൺ സ്റ്റുവർട്ട് മിൽ പ്രപ്പോസ്ഡ് കാനൻസ് ഓഫ് ഇൻഡക്ഷൻ. അതായത് കാനൻസ് ഓഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പിൻ്റെ അല്ലെങ്കിൽ ഒബ്സർവേഷനിൽ നിന്നും നമുക്ക് കിട്ടുന്ന കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനുള്ള റൂൾസിന് പറയുന്ന പേരാണ് കാനോൺസ് ഓഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോഷ്യൽ ഇൻഫറൻസ് ആണ്. അതിൽ നമ്മൾ പറഞ്ഞു കോസ് ആൻഡ് എഫക്റ്റ് ഒബ്സർവേഷൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പാണ് നമ്മളവിടെ പറയുന്നുണ്ടാവുക എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിലുള്ള 3 റൂൾസിനെയാണ് നമ്മൾ കാനോൺസ് ഓഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ഇവൻ്റ് ഉണ്ടായതുകൊണ്ടാണ് മറ്റൊരു ഇവൻ്റ് സംഭവിച്ചത് എന്ന് നമ്മൾ റിലേഷൻഷിപ്പ് പറയുന്ന സമയത്ത് ഉള്ള 3 റൂൾസാണ്. ഓക്കെ, അപ്പോൾ ഈ 3 റൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ജോൺ സ്റ്റുവർട്ട് മില്ലാണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. ഇതിനെയാണ് നമ്മൾ കാനൻസ് ഓഫ് ഇൻഡക്ഷൻ എന്ന് പറയാം. കാനൻസ് ഓഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ കോഷ്യൽ ഇൻഫറൻസിൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പറയുന്നതിനുള്ള 3 റൂൾസാണ്. ഓക്കെ, സോ 1887 ഈ മിൽസ് കാനൻസ് എന്നും പറയാറുണ്ട്. ഈ റൂൾ ആൾ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിൽ 3 എന്ന് പറഞ്ഞു, 3 കാനൻസ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മെത്തേഡ് ഓഫ് എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത്. മെത്തേഡ് ഓഫ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞൊരു എക്സാമ്പിൾ തന്നെയാണ്. അതായത് ഒരു കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പറയുന്ന സമയത്ത് എഫക്റ്റ് ഉണ്ടാവാൻ ആകെ ഒരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. എല്ലാ കേസിലും ഒരു കോമൺ ഫാക്ടറാണ് എഫക്റ്റിലേക്ക് ലീഡ് ചെയ്തെന്നുണ്ടെങ്കിൽ ആ ഒരു ഫാക്ടറാണ് ലൈക്ലി കോസ് എന്ന് പറയാം. ഓക്കെ, സിംപ്ലി ഇത്ര മനസ്സിലാക്കുക. എവ്രി വൺ ഹൂ ഗോട്ട് ഹെപ്പറ്റൈറ്റിസ് 8 അറ്റ് ദ സെയിം റെസ്റ്റോറൻറ്റ് ഫുഡ് ഈസ് ലൈക്ലി ദ കോസ്. ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നും ഫുഡ് കഴിച്ച് എല്ലാവർക്കും ഹെപ്പറ്റൈറ്റിസ് ഉണ്ടായെങ്കിൽ നമ്മൾ പറയും അവിടെ ആകെ ഒരു കോസുള്ളൂ, എല്ലാവർക്കും ഒരേ റീസണാണ് അല്ലേ, അവിടെ അപ്പോൾ ആകെ ഒരു കോസുള്ളൂ. സോ അവിടുത്തെ കോസ് എന്താണ്, റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിച്ചുകൊണ്ടാണ് അവർക്ക് ഈ പർട്ടിക്കുലർ ബിഹേവിയർ അല്ലെങ്കിൽ ഒരു ഇവൻ്റ് ഉണ്ടായത്. സോ അതാണ് കോസ് എന്ന് പറയുന്നത്. ഈ ഒരു മെത്തേഡിനെയാണ് അല്ലെങ്കിൽ ഈ ഒരു കാനണിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് എഗ്രിമെൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇഫ് ഓൺലി വൺ ഫാക്ടർ ഈസ് കോമൺ ടു ഓൾ കേസസ്, എല്ലാ കേസസിലും ഒരു കോമൺ ഫാക്ടർ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വേറെ ഔട്ട്കം ഓക്കേഴ്സ്, അവിടെ ഒരു ഔട്ട്കം ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഫാക്ടറാണ്, ആ ഒരു കോമൺ ഫാക്ടറാണ് നമ്മൾ കോസ് എന്ന് പറയുന്നത്. റെസ്റ്റോറൻറ്റ് ആലോചിച്ച് നോക്കുക, റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിച്ച എല്ലാവർക്കും എന്തുണ്ടായി, ഒരു ഇവൻ്റ് ഉണ്ടായി. സോ അവിടെ എല്ലാ കേസിലും ഒരു കോമൺ ഫാക്ടറാണ്. അപ്പോൾ ആ കോമൺ ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത് കോസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ കേസിൽ 2 സിറ്റുവേഷൻസ് തമ്മിൽ ഓൺലി 1 ഫാക്ടർ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിഫറൻസ് ഉള്ളത്. സോ ആ ഡിഫറൻസ് ഉള്ള ഡിഫറിങ് ഫാക്ടറാണ് കോസ് എന്ന് പറയുന്നത് അല്ലേ. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എന്തോ വലിയ സംഭവമാണെന്ന് തോന്നും. നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മളെ ഡെയിലി ലൈഫിൽ
കൺക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണിത്. അപ്പോൾ ഫസ്റ്റ് എന്തായിരുന്നു, മെത്തേഡ് ഓഫ് എഗ്രിമെൻ്റ് ആണ്. അവിടെ ഒരു കോമൺ ഫാക്ടറാണ് എല്ലാ കേസിലെങ്കിൽ ആ കോമൺ ഫാക്ടറാണ് കോസായിട്ട് വരിക. ഇനി രണ്ട് സിറ്റുവേഷനിൽ തമ്മിൽ ഒരു കോമൺ ഫാക്ടർ മാത്രമാണ് ഡിഫർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു കോമൺ ഫാക്ടറാണ് അവിടുത്തെ കോസായി വരിക. ഫോർ എക്സാമ്പിൾ, രണ്ട് ക്ലാസ് ഉണ്ട്. രണ്ട് ക്ലാസ്സിൽ ഒരു ക്ലാസ്സിൽ സാധാ ഒരു ലെക്ചറിങ് മെത്തേഡും രണ്ടാമത്തെ ക്ലാസ്സിൽ എല്ലാം ഒരേപോലെ ആയിരുന്നു. പക്ഷെ അവരൊരു ഡിസ്കഷൻ മാത്രം എപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടായിരുന്നു കാര്യങ്ങൾ ചെയ്യാറുണ്ടായിരുന്നത്. റിസൾട്ട് വന്നപ്പോൾ അവർ 2 മാർക്കിലും ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഡിസ്കസ് ചെയ്ത ക്ലാസ്സിൽ കുറച്ച് അധികം കുട്ടികൾക്ക് മാർക്കും കാര്യങ്ങളും കിട്ടി. അപ്പോൾ അവിടെ ആകെ ഒന്നിൻ്റെ കാര്യത്തിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ, ഒരു ഡിഫറിങ് ഫാക്ടർ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഒരു ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു, മറ്റു ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു. സോ അവിടെ ഈ ഒരു ഗ്രേഡ് കൂടാനുള്ള കാരണം എന്താ, ആ ഒരു എഫക്റ്റ് ഉണ്ടാവാനുള്ള കാരണം എന്താ, അവിടെ ഉണ്ടായിട്ടുള്ള ഡിഫറൻസ് ഫാക്ടറാണ്. അതേതായിരുന്നു, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത്. സോ അതിനെയാണ് നമ്മൾ മെത്തേഡ് ഓഫ് ഡിഫറൻസ് എന്ന് പറയുക. അതായത് ഇഫ് 2 സിറ്റുവേഷൻ ഡിഫർ ബൈ ഓൺലി 1 ഫാക്ടർ, അല്ലെ, ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ട് മാത്രമാണ് ഡിഫർ ചെയ്തത്. സോ ദാറ്റ് ഡിഫറിങ് ഫാക്ടർ ഈസ് ലൈക്ലി കോസ്. ആ ഡിഫറിങ് ഫാക്ടർ ആയിരിക്കും കോസൽ ഫാക്ടർ ആയിട്ട് വരിക. സോ 2 ഗ്രൂപ്പ്സ് ഓഫ് സ്റ്റുഡൻസ് ഡിഫർ ഓൺലി ബൈ ഡിസ്കഷൻ ഗ്രൂപ്പ് അറ്റൻഡഡ്, ദാറ്റ് ഗ്രൂപ്പ് എഫക്ട് ഗ്രേഡ്സ്. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ്, ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ചിട്ട് മാത്രമാണ് അവർക്ക് ഡിഫറൻസ് ഉണ്ടായിരുന്നത്. സോ അവിടെ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നതാണ് ഡിഫറിങ് ഫാക്ടറായിട്ട് പറയുന്നത്. ഇനി മൂന്നാമത്തതാണ് കോവേരിയേഷൻ ആൻഡ് കോസൽ മെക്കാനിസം. കോവേരിയേഷൻ ആൻഡ് കോസൽ മെക്കാനിസം നമ്മളിപ്പോൾ ആട്രിബ്യൂഷൻ, കെല്ലിൻ്റെ കോവേരിയേഷൻ തിയറി ഒക്കെ നമ്മൾ പറഞ്ഞു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും മനുഷ്യന്മാർ ഒരു കോസൽ എക്സ്പ്ലനേഷൻ ആയിരിക്കും കൂടുതലായിട്ട് ഫോക്കസ് കൊടുക്കുക, അല്ലെങ്കിൽ പ്രിഫർ ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാര്യം എങ്ങനെ സംഭവിച്ചു, എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കോഷ്യൽ എക്സ്പ്ലനേഷൻസിനായിരിക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, റാദർ ദാൻ മിയർ കോറിലേഷൻ. അവിടെ എന്താണ് ആക്ച്വലി സംഭവിച്ചതെന്ന് അവിടെ മിയർ കോറിലേഷൻസിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല, പകരം കോഷ്യൽ എക്സ്പ്ലനേഷൻസിനാണ് നമ്മളവിടെ പ്രിഫറൻസ് കൊടുക്കാറുള്ളത്. ഈ ഒരു എക്സാമ്പിൾ വായിച്ചു നോക്കുക. ഇവിടെ ജെയിൻസ് കാർ ആക്സിഡൻറ്റ് ഹാപ്പൻ ബിക്കോസ് ഷീ ഡിഡിൻ വെയർ ഗ്ലാസ്. അതായത് ജെയിൻ്റെ കാർ ആക്സിഡൻ്റ് ആയി, അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ജെയിൻ എന്ത് ചെയ്തിട്ടില്ലായിരുന്നു, ഗ്ലാസ് വെയർ ചെയ്തിട്ടില്ലായിരുന്നു. അതേപോലെ തന്നെ റോഡ് വായ്സ് ഐസി, റോഡ് ഭയങ്കര ഐസി ആയിരുന്നു, ഒന്നും കാണുന്നില്ലായിരുന്നു. അതേപോലെ തന്നെ കണ്ണടിയും ധരിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ജെയിൻ ആക്സിഡൻറ്റിൽ പെട്ടത്. പ്രിഫേർഡ് ഓവർ ജെയിൻ ഓഫൻ ഹാസ് ആക്സിഡൻറ്റ്സ്. അതായത് ജനറലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജെയിൻ എപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടാവാറുള്ള ഒരാളാണ്. പക്ഷേ അത് ഇനി പ്രയോറിറ്റി കൊടുക്കാതെ അവിടെ ഉണ്ടായിട്ടുള്ള റീസൺസിന് കോഷ്യൽ എക്സ്പ്ലനേഷൻസിനാണ് കൂടുതലായിട്ടും പ്രയോറിറ്റി കൊടുക്കുന്നത്. അതായത് ഗ്ലാസ് വെയർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ റോഡ് ഐസി ആയിരുന്നു എന്നുള്ളതിനൊക്കെയാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ കോവേരിയേഷൻ കോഷ്യൽ മെക്കാനിസം എന്ന് പറയുക. സോ കോവേരിയേഷൻ കോറിലേഷൻ ഈസ് നെസസറി ബട്ട് നോട്ട് സഫിഷ്യൻറ്റ് ഫോർ കോഷ്യാലിറ്റി. അതായത് മേ ബി ഇങ്ങനെയുള്ള റീസൺ കൊണ്ട് ഇപ്പോൾ കാറ് ആക്സിഡൻ്റ് ആയത് റോഡ് ഐസി ആയതുകൊണ്ടും കണ്ണട ധരിക്കാത്തതുകൊണ്ടും ഒക്കെ ആവാം. പക്ഷെ അതുകൊണ്ടാണ് ഈ ഒരു കോസ് ആൻഡ് എഫക്റ്റ് അല്ലെങ്കിൽ ഈ ഒരു എഫക്റ്റ് ഉണ്ടായത് എന്നുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റില്ല. സോ പലപ്പോഴും പീപ്പിൾ പ്രിഫർ കോഷ്യൽ എക്സ്പ്ലനേഷൻസ് ദാറ്റ് ഇൻവോൾവ് മെക്കാനിസം and why something is happened rather than mere correlations. mere correlations നോക്കാതെ കോഷ്യൽ എക്സ്പ്ലനേഷൻസിനാണ് കൂടുതലായിട്ടും പ്രയോറിറ്റി കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, ദെൻ യൂഷ്വലി നമ്മൾ കോഷ്യൽ ഇൻഫറൻസ് ചെയ്യുന്ന സമയത്ത് മേക്ക് ചെയ്യാറുള്ള ഇറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കോഷ്യൽ ഇൻഫറൻസ് ആണല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്യാനൻസ് 3 പറഞ്ഞു. മെത്തേഡ് ഓഫ് എഗ്രിമെൻറ്റ് പറഞ്ഞു, മെത്തേഡ് ഓഫ് ഡിഫറൻസ്, ആൻഡ് മൂന്നാമത്തതാണ് കോവേരിയേഷൻ കോഷ്യൽ മെക്കാനിസം എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ ഇറേഴ്സാണ് നമ്മൾ യൂഷ്വലി മേക്ക് ചെയ്യാറുള്ളത്? ഇഗ്നോറിങ് ദ ലോ ഓഫ് ലാർജ് നമ്പേഴ്സ്. അതായത് സാമ്പിൾ സൈസ് കുറവുള്ള ഒബ്സർവേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ജനറലൈസ് ചെയ്യും. അപ്പോൾ നമ്മളവിടെ ഇഗ്നോറിങ് ദ ലോ ഓഫ് ലാർജ് നമ്പേഴ്സിൻ്റെ ഈ ലോ, അതായത് സാമ്പിൾ സൈസ് എന്ന് പറയുന്നത് സഫിഷ്യൻ്റ് ആയിരിക്കണം എന്നുള്ള ലോ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇഗ്നോറിങ് ബേസ് റേറ്റ്, ബാക്ക്ഗ്രൗണ്ട് പ്രോബബിലിറ്റീസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇഗ്നോർ ചെയ്യുന്നുണ്ട്.
ഇപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ടായിട്ടുള്ള എന്തെങ്കിലും ഫാക്ടർ കൊണ്ടാണോ എലമെൻറ്റ്സ് കൊണ്ടാണോ അതുണ്ടാവാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. പിന്നെ കൺഫർമേഷൻ ബയാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മളെ ബിലീഫ് സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡാറ്റകളെ എവിഡൻസിനെ മാത്രമേ നമ്മൾ നോക്കുകയുള്ളൂ. ബാക്കിയുള്ളതിനെ കോൺട്രഡിക്ടറി ഡാറ്റേനെ നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. അതായത് നമ്മളൊരു വിശ്വാസത്തിനനുസരിച്ചുള്ളതിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പൊളിറ്റിക്കൽ പാർട്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒപ്പോസ് ചെയ്യുന്ന ഇൻഫർമേഷൻസൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കോൺട്രഡിക്റ്റ് ചെയ്യും. അതിനെ സപ്പോർട്ട് ചെയ്യും, നമ്മൾ വിശ്വാസത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് നമ്മൾ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ബിലീഫ് സിസ്റ്റത്തിനെ നമ്മൾ ഒന്നും കൂടെ സപ്പോർട്ട് ചെയ്യും. അല്ലാത്ത കോൺട്രഡിക്ടറി ഡാറ്റനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യുക, അല്ലേ. അടുത്താണ് ഡിസ്കൗണ്ടിങ് എറർ എന്ന് പറയുന്നത്. ഇപ്പോൾ നമുക്കൊരു ജസ്റ്റ് ഒരു കോസ് ആൻഡ് എഫക്റ്റ് കിട്ടിയാൽ ബാക്കിയുള്ള പ്രോബബിലിറ്റീസിനൊക്കെ അല്ലെങ്കിൽ അപ്പാരൻറ്റ് കോസസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇഗ്നോർ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ദ സെർച്ച്. നമുക്ക് ഡിസ്കൗണ്ടിങ് എറർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്റ്റോപ്പിംഗ് ദ റിസർച്ച് ഫോർ കോസസ് ആഫ്റ്റർ ഫൈൻഡിങ് വൺ അപ്പാരൻറ്റ് കോസ്. നമുക്ക് ഒരു അപ്പാരൻ്റ് ആയിട്ടുള്ളൊരു കോസ് കിട്ടിയില്ല, അല്ലെങ്കിൽ നമുക്കൊരു കോസ് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫർദർ സെർച്ച് നമ്മൾ എന്ത് ചെയ്യും, അവിടെ സ്റ്റോപ്പ് ചെയ്യും. ശരിക്കുള്ളൊരു മേ ബി അത് റിയൽ ആയിട്ടുള്ള റീസണൊന്നും ആവില്ല, പക്ഷേ നമ്മൾ എന്ത് ചെയ്യും, ഫർദർ സെർച്ച് നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുള്ളതാണ്. ഇനി സെൽഫ് ഫുൾഫില്ലിങ് പ്രൊഫസി, ഇത് നമ്മൾ സോഷ്യൽ സൈക്കോളജിയിലൊക്കെ പഠിച്ചാണല്ലേ. നമ്മളെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് ചേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ അത് അതിനെ എഫക്റ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ് ഗ്രൂപ്പിന് നല്ല കാലിബറുള്ള ഗ്രൂപ്പാണ് എന്നുള്ളത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നു, അവർക്ക് ആ ഒരു എക്സ്പെക്റ്റേഷൻ അറിയാണ്ട് എന്ത് ചെയ്യുക, സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുക, അല്ലേ. സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി ആണ് അത്. കൺഫർമേഷൻ ബയാസ് ഇൻ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, എക്സാമ്പിൾ ടീച്ചർ എക്സ്പെക്റ്റേഷൻ എഫക്റ്റിംഗ് സ്റ്റുഡൻറ്റ് പെർഫോമൻസ്. ഇപ്പോൾ നമ്മൾ പുതിയൊരു ടീച്ചർ ക്ലാസ്സിൽ വരുന്ന സമയത്ത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് കുട്ടികളെ നമ്മൾ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ൻ്റെ ഇൻഫ്ലുവൻസിൽ കുട്ടികളുടെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അത് നമ്മൾ സ്റ്റുഡൻറ്റ് പെർഫോമൻസിനെ എഫക്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സെൽഫ് ഫുൾഫില്ലിംഗ് പ്രൊഫസി എന്ന് പറയുന്നത്. സോ ഇത്രയാണ് ഇറേഴ്സ് എന്ന് പറയുന്നത്. ഇനി തിയറി ബേസ്ഡ് മോഡൽ ഓഫ് കോഷ്യൽ ഇൻഫറൻസ്, ഇതൊന്നും വലിയ സംഭവമല്ല. ജസ്റ്റ് നമ്മൾ ഇപ്പോൾ ഒരു കോഷ്യൽ ഇൻഫറൻസ് മേക്ക് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി നമ്മൾ കൂടുതലായിട്ടും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാറുള്ളത് പീപ്പിൾ യൂസ് ദെയർ ഓൺ തിയറീസ്, അല്ലെങ്കിൽ നമ്മൾ മേക്ക് ചെയ്ത സ്കീമാസ് അല്ലെ മെൻ്റൽ ഇമേജസ് ആണ് കൂടുതലായിട്ടും യൂസ് ചെയ്യുക, റാദർ ദാൻ റിലയിങ് സോൺലി ഓൺ ഒബ്ജക്റ്റീവ് ഡാറ്റ. ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ എവിഡൻ്റ് ആയിട്ടുള്ള എംപിരിക്കൽ ആയിട്ടുള്ള ഡാറ്റേനേക്കാളും നമ്മൾ കൂടുതലായിട്ടും നമ്മളൊരു എക്സ്പീരിയൻസ് നമ്മൾ മേക്ക് ചെയ്തിട്ടുള്ള സ്കീമിൻ്റെ ഒക്കെ ബേസിലാണ് നമ്മൾ കോസസ് ഇൻ്റർപ്രറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുക, അല്ലേ. ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ തിയറി ബേസ്ഡ് മോഡൽ ഓഫ് കോഷ്യൽ ഇൻഫറൻസ്. അതായത് കോഷ്യൽ ഇൻഫറൻസിലേക്ക് നമ്മൾ എത്തുന്നത് ഇറ്റ്സ് ബേസ്ഡ് ഓൺ അവർ തിയറീസ്, അവർ ഓൺ തിയറീസ് ആൻഡ് സ്കീമാസ്. നമ്മൾ മേക്ക് ചെയ്ത തിയറീസ്, നമ്മൾ മേക്ക് ചെയ്ത സ്കീമുകൾ, ഇതിൻ്റെ ബേസിലായിരിക്കും നമ്മൾ കോസസ് ഇൻ്റർപ്രറ്റ് ചെയ്യുക റാദർ ദാൻ ഒബ്ജക്റ്റീവ് ഡാറ്റ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് മെയിനായിട്ടും അവരുടെ പേഴ്സണൽ കോഷ്യൽ തിയറീസ്, അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഒരു കേസ് ഇൻ്റർപ്രറ്റ് ചെയ്യുക, റാദർ ദാൻ ഒരു DSM-4 അങ്ങനെയുള്ള ഒബ്ജക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാൻഡർഡൈസ്ഡ് കാറ്റഗറൈസേഷനേക്കാളും കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുക പേഴ്സണൽ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കോഷ്യൽ തിയറീസൊക്കെ ആയിരിക്കും എന്നാണ് ഈ ഒരു തിയറിയിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ കോഷ്യൽ ഇൻഫറൻസ് ആണ് ഇതുവരെ പറഞ്ഞത്. ഞാൻ പറഞ്ഞു 3 ടൈപ്പാണ് ഇവിടെ പറയാനുള്ളത്. സോ രണ്ടാമത്താണ് കാറ്റഗോറിക്കൽ ഇൻഫറൻസസ് എന്ന് പറയുന്നത്. കാറ്റഗോറിക്കൽ ഇൻഫറൻസസ് എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെ ഉണ്ട്, അല്ലേ. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറീനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ജനറൽ ആയിട്ടുള്ള ഇൻഫറൻസിലേക്ക് എത്തുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. റോബിൻസ് എന്ന് പറയുന്ന ഒരു ബേർഡ് ഹാവ് ഹോളോ ബോൺസ്. റോബിൻസ് എന്ന് പറയുന്ന ഒരു ബേർഡിന് എന്തുണ്ട്, ഹോളോ ബോൺസ് ഉണ്ട്. ഓക്കെ,
ഹോളോ ബോൺ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഹോളോ ബോൺസ് വെച്ചിട്ടാണ് റോബിൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റോബിൻസ് എന്ന് പറയുന്ന വേർഡിൽ ഹോളോ ബോൺസ് ഉണ്ട്. സോ നമ്മൾ ഒരു ഇൻഫറൻസിലേക്ക് എത്താണ്, ഓൾ ബേർഡ്സ് ഹാവ് ഹോളോ ബോൺസ്. റോബിൻസ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ക്രോ, അല്ലെങ്കിൽ ഒരു സ്പാരോ എന്ന് പറയുന്ന ഒരു ബേർഡിന് ഹോളോ ബോൺ ഉണ്ടായതുകൊണ്ട് തന്നെ എല്ലാ ബേർഡ്സിനും എന്തുണ്ട്, ഹോളോ ബോൺസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു കാറ്റഗറി പറയുകയാണല്ലേ, ഒരു കാറ്റഗറി വെച്ചിട്ടാണല്ലോ നമ്മൾ പറയുന്നത്. ഈ ഒരു കാറ്റഗറിയിലുള്ള ബേർഡ്സിന് ഹോളോ ബോൺ ഉണ്ടായതുകൊണ്ട് എല്ലാ ബേർഡ്സിനും എന്തുണ്ട്, ഹോളോ ബോൺസ് ഉണ്ട് എന്നുള്ളത് അല്ലേ. ഒരു കാറ്റഗോറിക്കൽ ഇൻഫറൻസ് ആണ്, കാറ്റഗറി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അല്ലേ. സോ അതിനെയാണ് നമ്മൾ കാറ്റഗോറിക്കൽ ഇൻഫറൻസ് എന്ന് പറയാം. ഇൻവോൾവ്സ് ജനറലൈസിങ് പ്രോപ്പർട്ടീസ് ഫ്രം സ്പെസിഫിക് എക്സാമ്പിൾസ് ടു, അല്ലെങ്കിൽ സ്പെസിഫിക് കാറ്റഗറീസ് ടു ബ്രോഡർ കാറ്റഗറീസ് ഓർ ഫ്രം ദ വൺ കാറ്റഗറി ടു അനദർ. ഒരു കാറ്റഗറിയിൽ നിന്നും, അതായത് റോബിൻസ് എന്ന് പറയുന്ന കാറ്റഗറിയിൽ നിന്നും മറ്റൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ റീസണിങ് ചെയ്യുക, അല്ലെങ്കിൽ മറ്റൊരു കാറ്റഗറിയിലേക്ക് നമ്മൾ ജനറലൈസ് ചെയ്യുന്നതിനെയാണ് കാറ്റഗോറിക്കൽ ഇൻഫറൻസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ കാറ്റഗോറിക്കൽ ഇൻഫറൻസ് മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് സിമിലാരിറ്റീൻ്റെ ബേസിലാണ് അല്ലേ. സിമിലർ ആണെങ്കിലാണല്ലോ നമ്മൾ പറയുമ്പോൾ ഹോളോ ബോൺസ് ഉള്ള പോലെ അത് സിമിലാരിറ്റിയാണ്, ഈ ഒരു ബേർഡിലുണ്ട്, അപ്പോൾ അങ്ങനെയെങ്കിൽ എല്ലാ ബേർഡ്സിലും ഉണ്ട് എന്നുള്ളൊരു സിമിലാരിറ്റി. കാറ്റഗറി, അതേപോലെ തന്നെ സ്ട്രക്ചർ, നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നോളജ്, ഇതൊക്കെ എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കാറ്റഗോറിക്കൽ ഇൻഫറൻസിന്. സിമിലാരിറ്റി, സ്ട്രക്ചർ, കാറ്റഗറി സ്ട്രക്ചർ, അതേപോലെ തന്നെ നമ്മളെ പാസ്റ്റ് നോളജ്, നമുക്ക് എത്രത്തോളം പ്രീവിയസ് അത് റിലേറ്റഡ് ആയിട്ടുള്ള നോളജ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് നോളജും കാര്യങ്ങളൊക്കെ എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, കാറ്റഗോറിക്കൽ ഇൻഫറൻസിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി തിയറീസ് ഓഫ് കാറ്റഗറി കൊഹറൻസ് എന്ന് പറഞ്ഞാൽ പീപ്പിൾ യൂസ്, ഈ ഒരു കാറ്റഗോറിക്കൽ ഇൻഫറൻസിൽ മെയിൻലി നമ്മൾ മനുഷ്യന്മാർ യൂസ് ചെയ്യുക തിയറീസ് ഓഫ് കാറ്റഗറി കൊഹറൻസ് ആണ്. ഹൗ വെൽ ഫീച്ചേഴ്സ് ഫിറ്റ് ടുഗദർ ടു ജഡ്ജ് ദ സ്ട്രെങ്ത് ഓഫ് ഇൻഡക്റ്റീവ് ജനറലൈസേഷൻ. അപ്പോൾ നമ്മൾ അവിടെ നോക്കുന്നത് കാറ്റഗറി കൊഹറൻസ് ആണ്. ഈ ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻസസിലുള്ള ഒരു ഫീച്ചർ എങ്ങനെ മറ്റൊന്നിൽ ഫിറ്റ് ആവുന്നുണ്ട്. അപ്പോൾ സ്യൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാറ്റഗറി കൊഹറൻസ് ആണ്, ഒരേപോലെയുള്ള കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ തിയറീസ് ഓഫ് കാറ്റഗറി കൊഹറൻസ് എന്ന് പറയുക. അപ്പോൾ മെയിനായിട്ടും ഓരോ മനുഷ്യന്മാർ യൂസ് ചെയ്യുന്നത് ഈ തിയറീസ് ഓഫ് കാറ്റഗറി കൊഹറൻസ് ആണ്. നമ്മളൊരു കാറ്റഗറിയിലുള്ള ഒരു വേർഡിനെ കാണുന്നു, അത് നമ്മൾ മറ്റൊരു കാറ്റഗറിയിൽ ഫിറ്റ് ആവുമോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നു അല്ലേ. സോ ഇതിനെയാണ് നമ്മൾ തിയറീസ് ഓഫ് കാറ്റഗറി കൊഹറൻസ് എന്ന് പറയുന്നത്. സോ കാറ്റഗോറിക്കൽ റീസണിങ് എന്ന് പറയുന്നത് വിച്ച് ഡെവലപ്സ് ഗ്രാജ്വലി, അതായത് ഒരു സഡൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമില്ല, ഗ്രാജ്വൽ ഒരു പ്രോസസ്സിംഗ് ആണ്, അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആണ് കാറ്റഗോറിക്കൽ റീസണിങ്ങിൽ ഉണ്ടാവുന്നത്. സോ ജെൽമാൻ ആൻഡ് കാരെ 1986 they found that children make broad category based generalization even with minimal data. അപ്പോൾ കുട്ടികളിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കുറഞ്ഞ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ഒരു ബ്രോഡ് കാറ്റഗറി ബേസ്ഡ് ജനറലൈസേഷൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടിയിട്ടുള്ള മിനിമൽ ഡാറ്റ യൂസ് ചെയ്തിട്ട് ഒരു ബ്രോഡ് കാറ്റഗറി ജനറലൈസേഷൻസ് അവർ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്, എസ്പെഷ്യലി കുട്ടികൾ ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു സ്റ്റഡീൻ്റെ ബേസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് കാറ്റഗോറിക്കൽ ഇൻഫറൻസ് എന്ന് പറയുന്നത്. കാറ്റഗോറിക്കൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റഗറീസിൻ്റെ ബേസിൽ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇൻഫറൻസ് ഉണ്ടാക്കുകയാണ് അല്ലേ. ഇനി അടുത്തതാണ് റീസണിങ് ബൈ അനലോജി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി അനലോജിൻ്റെ ഒരു ഭാഗത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അനലോജി എന്ന് പറഞ്ഞാൽ ഒരു പ്രീവിയസ് മോഡൽ വെച്ചിട്ട് നമ്മൾ ഒരു പ്രസൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ റീസണിങ് ബൈ അനലോജി എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നേ യൂസ് ചെയ്തിട്ടുള്ള നോളജ് അല്ലെങ്കിൽ ഒരു മോഡൽ വെച്ചിട്ട് നമ്മൾ അതുപോലെ സിമിലർ ആയിട്ടുണ്ടാവുന്ന ഒരു പാറ്റേണിന് നമ്മൾ സോൾവ് ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ നമ്മളൊരു ഇൻഫറൻസിലേക്ക് എത്തുന്നതിനെയാണ് റീസണിങ് ബൈ അനലോജി. ഒരു മോഡൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. ഫോർ എക്സാമ്പിൾ, ഡോക്ടർ ഈസ് ടു പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ ടീച്ചർ ഈസ് ടു സ്റ്റുഡൻറ്റ്, അങ്ങനെയുള്ളൊരു റിലേഷൻ. അപ്പോൾ ഡോക്ടർ ഈസ് ടു പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അതേപോലെയുള്ളൊരു മോഡൽ വെച്ചിട്ടാണ് സ്റ്റുഡൻറ്റ് ഈസ് ടു
ടീച്ചർ എന്ന് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ ടീച്ചർ ഈസ് ടു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ അതൊരു അനലോജിയാണ്. നമ്മളൊരു മോഡൽ കണ്ടു, അത് വെച്ചിട്ട് നമ്മളൊരു ഇൻഫറൻസിലേക്ക് എത്തുകയാണ് അല്ലേ. സോ ഹിയർ ട്രാൻസ്ഫറിങ് നോളജ് ഫ്രം വൺ സിറ്റുവേഷൻ ടു അനദർ ദാറ്റ് ഷെയർസ് എ സിമിലർ അണ്ടർലൈൻ പാറ്റേൺ. നമ്മൾ ഒരു സിറ്റുവേഷനിൽ പഠിച്ച നോളജ് മറ്റൊരു സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക ആണ്, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് റീസണിങ് ബൈ അനലോജി എന്ന് പറയുന്നത്. അനലോജിക്കൽ റീസണിങ് ഒക്കേഴ്സ് വെൻ ഇൻഡിവിജ്വൽസ് ട്രാൻസ്ഫർ നോളജ് ഫ്രം വൺ സിറ്റുവേഷൻ ദ ബേസ് ടു അനദർ സിറ്റുവേഷൻ ടാർഗറ്റ് ദാറ്റ് ഷെയർസ് സ്ട്രക്ചറൽ സിമിലാരിറ്റീസ്. അപ്പോൾ വൺ സിറ്റുവേഷൻ ടു അനദർ എന്ന് പറയുന്നതിന് പകരം വൺ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ബേസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും ടാർഗറ്റ് ആയിട്ടുള്ള സിമിലർ ആയിട്ടുള്ള സ്ട്രക്ചറൽ സിമിലാരിറ്റീസ് ഉള്ള ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു ടാർഗറ്റ് സിറ്റുവേഷനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് നോളജ്. അപ്പോൾ അത്രേ ഉള്ളൂ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റീസണിങ് ബൈ അനലോജി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മോഡൽ വെച്ചിട്ട്, അല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ പഠിച്ച എക്സ്പീരിയൻസും, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ടാർഗറ്റ്, ആ ഒരു പ്രീവിയസ് നമ്മൾ ബേസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പുതുതായിട്ട് സോൾവ് ചെയ്ത് നിൽക്കുന്നതിന് നമ്മൾ എന്ത് പറയും, ടാർഗറ്റ് എന്ന് പറയും. സോ ആ ഒരു ടാർഗറ്റ് സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ്, പ്രീവിയസിൽ പഠിച്ച മോഡൽ നമ്മൾ ഒരു ടാർഗറ്റ് സിറ്റുവേഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക, അനലോജിക്കൽ റീസണിങ് എന്ന് പറയുക. ആ ഒരു മോഡൽ യൂസ് ചെയ്തിട്ട് നമ്മൾ റീസണിങ് ചെയ്യാണ്. സോ ഫോർ എക്സാമ്പിൾ, സൺ ഈസ് ടു ഡേ ആസ് മൂൺ ഈസ് ടു നൈറ്റ്. സൺ എന്ന് പറയുന്നത് ഡേ ആണെങ്കിൽ അപ്പോൾ മൂൺ എന്തായിരിക്കും, നൈറ്റ് ആയിരിക്കും അല്ലേ. സോ ഇങ്ങനെ ഒരു മോഡൽ വെച്ചിട്ട് നമ്മൾ പറയുന്നതിനെയാണ് റീസണിങ് ബൈ അനലോജി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ ഒരു അനലോജി വെച്ച് ഒരു മോഡൽ വെച്ച് പഠിക്കുകയാണ്. ഇലക്ട്രിക് കറണ്ട് വിച്ച് ഫ്ലോസ് ത്രൂ വയേഴ്സ് ദ സെയിം വേ വാട്ടർ ഫ്ലോസ് ത്രൂ പൈപ്പ്സ്. നമ്മൾ പൈപ്പിലൂടെ വെള്ളം പോകുന്നത് പോലെ തന്നെയാണ് ഇലക്ട്രിക് കറണ്ട് വയേഴ്സിലൂടെ പാസ് ചെയ്യുന്നത്. സോ നമ്മൾ ഒരു നാരോ പൈപ്പിലൂടെ വെള്ളത്തിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും അല്ലേ. അതേപോലെ തന്നെ നാരോ പൈപ്പിലൂടെ എന്ന് പറയുമ്പോൾ തിൻ വയേഴ്സിലൂടെ പോകുന്ന കറണ്ടും എന്തായിരിക്കും, സ്ലോ ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ അവിടെ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് സ്ലോ ആയിരിക്കും എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. സോ ഇവിടെ എന്താണ് ഒരു ബേസ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഫെമിലിയർ കോൺസെപ്റ്റ്, നമ്മൾ ഓൾറെഡി പഠിച്ചൊരു കോൺസെപ്റ്റാണ്. സ്റ്റുഡൻറ്റ് യൂസസ് എ ഫെമിലിയർ കോൺസെപ്റ്റ് ഓഫ് വാട്ടർ ഫ്ലോ. നമുക്കറിയുന്നതാണ് ബേസ് എന്ന് പറയുന്നത്. നമ്മൾ അത് അനലോജി ആക്കി നമ്മൾ കമ്പയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ടാർഗറ്റ് എന്ന് പറയാം. ടു അണ്ടർസ്റ്റാൻഡ് ദ ന്യൂ കോൺസെപ്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അല്ലെങ്കിൽ ദ ടാർഗറ്റ്. അപ്പോൾ പ്രീവിയസ് ആയിട്ടുള്ളതിനെ, ഫെമിലിയർ ആയിട്ടുള്ള കോൺസെപ്റ്റിനെ ബേസ് എന്നും, ന്യൂ കോൺസെപ്റ്റിനെ മനസ്സിലാക്കുന്ന ന്യൂ കോൺസെപ്റ്റിനെ നമ്മൾ എന്തെന്ന് പറയും, ടാർഗറ്റ് എന്ന് പറയും. സോ ഒരു ബേസ് ടാർഗറ്റ് റിലേഷൻഷിപ്പാണ് നമ്മളിവിടെ നോക്കുന്നത്. ഒരു മോഡലായിട്ട് വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. പുതിയതിന് നമ്മൾ ടാർഗറ്റ് എന്ന് പറയും, ഓൾറെഡി പഠിച്ചതിന് നമ്മൾ ബേസ് എന്ന് പറയും അല്ലേ. അപ്പോൾ രണ്ട് കാര്യങ്ങളെ നമ്മൾ കമ്പയർ ചെയ്ത് ഒരു മോഡൽ ആക്കി വെച്ച് പഠിക്കുന്നതിനെയാണ് നമ്മൾ റീസണിങ് ബൈ അനലോജി എന്ന് പറയുന്നത്. സോ ഇവിടെ റിലേഷൻഷിപ്പാണ് മാപ്പ് ചെയ്യുന്നത് റാദർ ദാൻ സർഫസ് ഫീച്ചേഴ്സ്. നമ്മൾ ഈ ഒരു കേസിൽ ഇൻഡക്റ്റീവ് റീസണിങ്ങിൽ നമ്മൾ സർഫസ് ഫീച്ചേഴ്സിനെ എല്ലാം നമ്മൾ ഈ ഒരു കേസിൽ നോക്കുന്നത് പകരം നമ്മൾ റിലേഷൻഷിപ്പാണ് നമ്മൾ കൂടുതലായിട്ടും ഡീപ്പായിട്ട് പഠിക്കുന്നത്. ഓക്കെ, സോ ഇത്രയാണ് അനലോജിക്കൽ റീസണിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്കൊരു പോയിന്റ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അനലോജിക്കൽ റീസണിങ് ബിക്കം മോർ സോഫിസ്റ്റിക്കേറ്റഡ് വിത്ത് ഏജ് ആൻഡ് എക്സ്പെർട്ടൈസ് ആസ് പീപ്പിൾ ലേൺ ടു ഫോക്കസ് ഓൺ ഡീപ് സ്ട്രക്ചറൽ സിമിലാരിറ്റീസ് റാദർ ദാൻ സൂപ്പർഫിഷ്യൽ വൺസ്. സോ അനലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു സ്ട്രക്ചറൽ സിമിലാരിറ്റീസ് ആണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് റാദർ ദാൻ സൂപ്പർഫിഷ്യൽ വൺസ്. ഒരു പെരിഫറൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നോക്കാണ്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള സ്ട്രക്ചറൽ സിമിലാരിറ്റീസിലേക്കാണ് അനലോജിക്കൽ റീസണിങ് നോക്കുന്നത്. ഇപ്പം അനലോജി എന്ന് പറയുമ്പോൾ ആ ഒരു മോഡൽ വെച്ചിട്ട് നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി കുറച്ചും കൂടെ ഒരു ഡീപ്പായിട്ടുള്ള സ്ട്രക്ചറൽ സിമിലാരിറ്റീസാണ് അനലോജിക്കൽ റീസണിങ്ങിൽ നോക്കുന്നത് റാദർ ദാൻ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിനേക്കാളും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ അനലോജിക്കൽ റീസണിങ്ങിൽ ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ,
ഇത്ര മനസ്സിലാക്കുക, നമ്മളൊരു മോഡൽ വെച്ചിട്ടാണല്ലോ, അപ്പോൾ ആ മോഡലിൻ്റെ റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ നോക്കി ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പും കാര്യങ്ങളുമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. റാദർ ദാൻ ഒരു സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള സർഫസ് ലെവലിലുള്ള കാര്യങ്ങളല്ല നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇൻഡക്റ്റീവ് റീസണിങ്ങിനെ കുറിച്ചിട്ടായിരുന്നു. മെയിനായിട്ടും 3 റീസണിങ്ങാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് കാറ്റഗോറിക്കൽ ഇൻഫറൻസ് എന്താണെന്ന് പറഞ്ഞു, അനലോജിക്കൽ റീസണിങ് എന്താണെന്ന് പറഞ്ഞു, കോഷ്യൽ ഇൻഫറൻസ് എന്താണെന്ന് പറഞ്ഞു. കോഷ്യൽ ഇൻഫറൻസ് എന്ന് പറഞ്ഞാൽ കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ റിലേഷൻഷിപ്പിനെ എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഫറൻസിനെയാണ് നമ്മൾ കോഷ്യൽ ഇൻഫറൻസ് എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു കോസ് ആൻഡ് എഫക്റ്റ് ആണ് നമ്മളവിടെ സ്റ്റേറ്റ് ചെയ്യുന്നത് ഈ കോഷ്യൽ ഇൻഫറൻസിൽ. രണ്ടാമത്തെ കാറ്റഗോറിക്കൽ ഇൻഫറൻസ് ആണ്. ഇതിൻ്റെ കാറ്റഗറീസ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ആണ് നമ്മൾ അവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഹോളോ ബോൺസിൻ്റെ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റഗറി വെച്ചിട്ട് നമ്മൾ ജനറലൈസ് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ കാറ്റഗോറിക്കൽ ഇൻഫറൻസ് എന്ന് പറയാം. Categorical inference help in organizing knowledge and predicting futures of new instances. Analogical reasoning promote transfer of knowledge across context. Analogical reasoning എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു അല്ലെ, ഒരു ഓൾറെഡി പഠിച്ചിട്ടുള്ള ഓൾറെഡി പഠിച്ചിട്ടുള്ള ഒരു മോഡൽ വെച്ചിട്ട്, ഒരു ബേസ് മോഡൽ വെച്ചിട്ട് ടാർഗറ്റ് മോഡലിനെ നമ്മൾ എന്ത് ചെയ്യുക, മോഡലിലേക്ക് നമ്മൾ ഇൻഫറൻസ് കൊണ്ടുവരിക. സോ അനലോജിക്കൽ റീസണിങ് പ്രൊമോട്ട് ട്രാൻസ്ഫർ ഓഫ് നോളജ് അക്രോസ് കോണ്ടെക്സ്റ്റ്. ഒരു കോണ്ടെക്സ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രീവിയസ് കോണ്ടെക്സ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുക, പുതിയൊരു രീതിയിലേക്ക് വേറൊരു കോണ്ടെക്സ്റ്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുക. ഇതിനെയാണ് നമ്മൾ അനലോജിക്കൽ റീസണിങ് എന്ന് പറയുക. സോ ടുഗെദർ ദിസ് പ്രോസസ് ഫ്രം ദി ബേസിസ് ഓഫ് സയൻറ്റിഫിക് തിങ്കിങ്, കോൺസെപ്റ്റൽ ലേണിംഗ് ആൻഡ് എവറിഡേ ഡിസിഷൻ മേക്കിംഗ്. സോ ഈ പറയപ്പെട്ട ഇൻഫറൻസ്, എസ്പെഷ്യലി ഇൻഡക്റ്റീവ് റീസണിംഗ് ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫ് ഫങ്ഷനിങ്ങിൽ, ജഡ്ജ്മെൻറ്റിൽ, ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വഹിക്കുന്ന ഇൻഫറൻസസുകളാണ്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ദിസ് ടോപ്പിക് ആൻഡ് ദിസ് മൊഡ്യൂൾ. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇത് അത്ര ഇങ്ങനെ നിവർത്തി പറയാനുള്ള ടോപ്പിക്കൊന്നുമല്ല, പറഞ്ഞിങ്ങനെ എക്സാമ്പിളൊക്കെ വെച്ച് പറയുമ്പോൾ ഒരുപാട് ആയി പോകുന്നതാണ്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്.